സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. നീതിമാൻ്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായ് സാഹസം മൂടുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നീതിമാന്മാർ തങ്ങളെ തന്നെ താഴ്ത്തുകയും ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവൻ മൗനമായി ഇരുന്ന് ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ബുദ്ധികെട്ടവർ അല്ലെങ്കിൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ തങ്ങളുടെ വായ് കൊണ്ട് തങ്ങളുടെ സാഹസങ്ങൾ, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എല്ലാം നേടി, എൻ്റെ കഴിവ് കൊണ്ട് എനിക്കെല്ലാം കിട്ടി എന്നുള്ള ആ ഒരു സാഹസ വർത്തമാനം കൊണ്ട് അവൻ്റെ വാ നിറഞ്ഞിരിക്കും. പക്ഷേ നീതിമാൻ്റെ മേലോ ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ താഴ്ന്നിരിപ്പാനും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുവാനും ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് മായൽ തോന്നിയത് ജീവിച്ച് നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നാം ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവസന്നിധിയിൽ നിലനിൽപ്പാനോ ദൈവരാജ്യത്തിൽ പോകുവാനോ നമുക്ക് സാധിക്കില്ല. ഒന്ന് മാത്രം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ നീതിമാൻ്റെ ശിരസിന്മേൽ അനുഗ്രഹം വന്നിരിക്കും. പക്ഷേ അവിടെ ദുഷ്ടൻ്റെ വായോ പോഷ്കൊണ്ട് നിറയും. പ്രിയ ദൈവമക്കളെ, നാം നീതിമാനായിരിക്കുന്നുവോ അത് ഒരു ദുഷ്ടനായിട്ട് അല്ലെങ്കിൽ വാ കൊണ്ട് എല്ലാം പറഞ്ഞ് ഞാൻ തന്നെ എല്ലാറ്റിനും എന്ന് വിചാരിച്ച് തന്നെത്താനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുവാനും സ്വർഗരാജ്യത്തിന് നേരായിട്ടുള്ള ജീവിതം ചെയ്ത് നാം നല്ല ഫലം കൊടുപ്പാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.